കൈവിഷവും കൈവശവും രണ്ടാണ്. പഴക്കം ചെന്ന കൈവിഷമാണെങ്കിലും രക്തത്തിൽ കലർന്ന കൈവിഷമാണെങ്കിലും ഈ ഒരു പൊടിക്കൈ കൊണ്ട് പരിപൂർണമായി ഇല്ലാതെയാകും. പരിപൂർണമായി കൈവശം പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനു വേണ്ടി പോവാത്ത ഇടമില്ലേ, ചെയ്യാത്ത കാര്യങ്ങളില്ലേ? ഇതൊന്ന് ചെയ്തു നോക്ക്. എല്ലാത്തിനും ഇത് പരിഹാരമാണ്. ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും, തടസ്സങ്ങളെല്ലാം നീങ്ങും. നീ ഏത് രീതിയിലാണോ ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ മടങ്ങിയെത്തും. കൈവിഷമെടുക്കാൻ ഇതിനേക്കാളും വലിയ പരിഹാരം വേറെയില്ല. ഒന്ന് ചെയ്തു നോക്ക്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തങ്ങളെ, എനിക്ക് കൈവിഷത്തിൻ്റെ പ്രയാസമുണ്ട്, എൻ്റെ വയറ്റിൽ മരുന്നുണ്ട്. ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയടത്തു നിന്നൊക്കെ ഇതാണ് എനിക്ക് പറയുന്നത്. ഇതുവരെ അത് പരിപൂർണമായി റിമൂവ് ചെയ്യാൻ, പുറത്തേക്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്, വയറ്റുന്നു പോയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് തടസ്സങ്ങളും പ്രയാസമാണ്. ഇപ്പോഴും ഒരാളെടുത്ത് പോയാൽ കൈവിഷം ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതെന്താണ് ഇത് പരിപൂർണമായി നീങ്ങി പോവാത്തത്? എന്തെങ്കിലും അംശം ബാക്കിയുണ്ടോ? അതെങ്ങനെ നീക്കാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിന് പുറമെ എന്താണ് കൈവിഷം എന്ന് അറിയാത്തവരുണ്ട്. കൈവിഷം രണ്ട് രീതിയിലാണ്. കൈവിഷമുണ്ട്, കൈവശമുണ്ട്. രണ്ട് രീതിയിൽ അത് അറിയാത്ത ആളുകൾ ധാരാളം ആളുകളുണ്ട്. കൈവിഷം എന്ന് പറഞ്ഞാൽ ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ, അവനെ വല്ലാണ്ട് ഇടങ്ങേറാക്കാൻ മൂർത്തികളെ വെച്ചുകൊണ്ട് അവനെ പ്രയാസപ്പെടുത്തുന്ന രീതിയാണ് കൈവിഷം. അവനെ ഇല്ലായ്മ ചെയ്യാൻ, അവൻ്റെ ജോലിയിൽ, അവൻ്റെ ബിസിനസ്സിൽ, അവൻ്റെ ഏർപ്പാടുകളിൽ ഇല്ലാതെയാക്കാൻ ചെയ്യുന്ന ഒരു കൂടശാസ്ത്രമാണ് കൈവിഷം. അത് കൊടുക്കുന്ന രൂപം ഭസ്മത്തിൽ അവർക്കിഷ്ടമുള്ള മൂർത്തികളെ ആവാഹിച്ചുകൊണ്ട്, ഭസ്മത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ ഭസ്മം ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കുന്ന വിധത്തെയാണ് കൈവിഷം എന്ന് പറയുന്നത്. മറ്റൊന്ന് കൈവശം. കൈവശം അങ്ങനെ പറഞ്ഞാൽ ഒരാളെ തൻ്റെ ഇച്ഛക്കനുസരിച്ച് അയാൾ പ്രവർത്തിക്കണം, അയാൾ എന്നോടടുക്കണം, ഞാൻ പറയുന്ന കാര്യമല്ലാതെ അയാൾ ചെയ്യരുത്, എന്നിലേക്ക് അവൻ വല്ലാതെ അടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി വശീകരണ മാർഗം പോലെ ചെയ്യുന്നതിനാണ് കൈവശം എന്ന് പറയുന്നത്. അത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടിനെയും റിമൂവ് ചെയ്യാൻ ഇതാണ് ഇതിൻ്റെ പരിഹാരം. പരിപൂർണമായ പരിഹാരം ഇതാണ്. ചില ആളുകൾ ഇളകി പറയാറുണ്ട്. മൂർത്തികളെ പ്രയാസം വന്നുകൊണ്ട് ആത്മഹത്യ ടെൻഡൻസി വരെ തോന്നിപ്പോകുന്നവർ, ജീവിതം അവസാനിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് കൈവിഷം ഉള്ളിലേക്കായി ചെന്നാൽ ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അവർക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാകും. വല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസമായിരിക്കും. ഇളകി പറയാൻ തുടങ്ങും. ആ മൂർത്തി എന്താണോ അദ്ദേഹത്തിനോട് പറയുന്നത് അത് അദ്ദേഹം ഇങ്ങനെ പാടി കേൾപ്പിക്കാൻ തുടങ്ങും. മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സം, ജോലിയുള്ള തടസ്സം, മറ്റുള്ള തടസ്സങ്ങൾ, ജീവിത തടസ്സങ്ങൾ ഉണ്ടാകും. നല്ല ഉയർച്ചയിലായിരുന്നു, എല്ലാം തകിടം മറിയുന്ന അവസ്ഥ കൈവിഷമുള്ളിലേക്ക് ചെന്നാൽ ഉണ്ടാകുന്നതാണ്. ഇതിനെ പരിപൂർണമായി നമുക്ക് പരിഹരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, മറ്റുള്ള കെണികളിൽപ്പെട്ട് വഞ്ചിതരാവരുത്. ഈ ഒരു അമല് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. അതിനൊരു അംശം മാത്രം ബാക്കിയുള്ളൂ, എന്നാൽ തന്നെ ഇതുകൊണ്ട് റിമൂവ് ആവും, ഒഴിവാകും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കൂടുതൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. എങ്ങനെയാണ് കൈവിഷത്തെ അല്ലെങ്കിൽ കൈവശത്തെ എങ്ങനെയാണ് വയറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത്, അത് പറയുന്നതിന് മുമ്പ്, ആ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി നേരിൽ കാണേണ്ട ദിവസം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം. ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ട്. തങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് നേരിട്ടൊന്ന് കാണണമായിരുന്നു, ഇതിൻ്റെ പരിഹാരം തേടണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ
മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല തടസ്സങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും റാഹത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഇത്തരം പൈശാചികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അവസ്ഥകളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ നീ വലിയതായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. വലിയ സംരക്ഷണം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് പരിപൂർണമായിട്ട് ഇതിനെ റിമൂവ് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ട രീതി? നിങ്ങൾക്ക് അല്പം മാത്രം അതിൻ്റെ ബാക്കിയുള്ള കുറേയൊക്കെ ഛർദ്ദിച്ചു പോയിട്ടുണ്ട്. ഇനി അല്പം ഉള്ളെങ്കിൽ പോലും അത് പഴയ രൂപത്തിലേക്ക് തന്നെ അത് ഇരട്ടിച്ചു വരും. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ഛർദ്ദിച്ചു, കൈവശെടുത്ത്, എന്നിട്ട് പോണില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ അംശം, ചെറിയ അംശം മാത്രം ബാക്കിയുള്ളെങ്കിലും അത് എങ്ങനെയാണോ നിങ്ങൾ പഴയ രൂപത്തിലേക്ക് നിങ്ങൾ വയറ്റിലുണ്ടായിരുന്നത് അതിലേക്ക് തന്നെ അതിങ്ങനെ വലുതായി വരും. അതാണ് കൈവിഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ആ കൈവിഷത്ത് നിങ്ങൾ എടുക്കണമെങ്കിൽ ഒരു 7 ദിവസം കുറച്ച് വെള്ളം എടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു ബക്കറ്റ് പനനീര്, കുറച്ച് കൂടുതൽ വേണം പനനീര് എടുത്തിട്ട് അതിലേക്ക് ഒരു 11 ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ, പിന്നെ 7 ആയത്തുൽ കുർസി, പിന്നെ സൂറത്തുൽ യാസീൻ 1, പിന്നെ സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ മുസമ്മിൽ ഓതി മന്ത്രിക്കുക. 7 ദിവസം തുടർച്ചയായി ഇതിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. 7ാമത്തെ ദിവസം ഇതുകൊണ്ട് കുളിക്കുക, പരിപൂർണമായി കുളിക്കുക. 7 ദിവസം ഇതിലേക്ക് തന്നെയാണ് മന്ത്രിക്കേണ്ടത്. 7ാമത്തെ ദിവസമാണ് ഈ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ പനനീര് കൊണ്ട് പരിപൂർണമായി ശരീരത്തിലേക്ക് ഒഴിച്ച് കുളിക്കേണ്ടത്. പിന്നെ ഒരു 3 ദിവസം ഇറച്ചി, മീന്, ഒരു മീറ്റും കഴിക്കരുത്. മുട്ട, നെയ്യ്, വെണ്ണ ഒന്നും കഴിക്കരുത്. ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് 3 ദിവസം വെറും വയറ്റിൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടത്, വെറും വയറ്റിൽ ശംഖുപുഷ്പത്തിൻ്റെ വെള്ള ശംഖുപുഷ്പം 2 രീതിയിലുണ്ടാവും, നീലയുണ്ട്, വെള്ളയുണ്ട്. അത് വെള്ളയുടെ വേര്, പച്ച വേരെടുക്കുക, ഉണക്കം പറ്റൂല. പച്ച വേരെടുത്തിട്ട് ഒരു 10 ഗ്രാം മിക്സിയിലേക്ക് ഇടുക. 1 ഗ്ലാസ് പച്ച പശുമ്പാൽ, പാക്കറ്റ് പാൽ പറ്റൂല, പച്ച പശുമ്പാൽ ഒഴിക്കുക. പിന്നെ നമ്മുടെ നാടൻ ഫാർമസി പോലുള്ള ആയുർവേദ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്ത്? കൈവിഷ പരിഹാരി എന്ന് പറയുന്ന ചെറിയ ഗുളിക, കറുപ്പ് ഗുളിക. ആ ഒരു ഗുളിക എന്ത് ചെയ്യുക, ഇതിലേക്ക് പൊടിച്ചിടുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അരക്കുക. അരച്ചതിന് ശേഷം 1 ഗ്ലാസ്സിൽ ഇത് വെറും വയറ്റിൽ കുടിക്കുക. 3 ദിവസം. ആ 3 ദിവസം ഇറച്ചി മീനൊന്നും കഴിക്കരുത്. അപ്പം ഞങ്ങൾക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും, വയറ്റുന്നു പോകും. അങ്ങനെ ഇത് പരിപൂർണമായി പുറത്തു വരണം. നമുക്ക് ഉള്ളിലേക്ക് തന്ന ഭസ്മത്തിൽ ആവാഹിച്ച ഉള്ളിലേക്ക് തന്ന ആ മൂർത്തിയുടെ പ്രയാസം പരിപൂർണമായി ഛർദ്ദിച്ചില്ലാതെയാക്കണം. എന്നിട്ട് ആരെക്കൊണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ മന്ത്രിപ്പിക്കണം. എന്നാൽ നിങ്ങളുടെ കൈവിഷത്തിൻ്റെ പ്രയാസം പരിപൂർണമായി ഇല്ലാതെയാകും. ഇതിനുവേണ്ടി നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഓടിയിട്ടുണ്ടാകും, പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്ക്. ഇത് പരിപൂർണമായി നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയും. ഇത് മുജറബാണ്. ധാരാളം ആളുകൾ ഇത് ചെയ്തു കൊടുത്തുകൊണ്ട് വലിയ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് തടസ്സമുണ്ടെങ്കിലും വലുതായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ നോക്കിച്ചിട്ട് എനിക്കത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി ഈ അമൽ ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ധാരാളം അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷയങ്ങൾക്ക്, കൈവിഷത്തിൻ്റെ കുറേ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഹറിൻ്റെ പല അമലുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുടെ പല അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാഫിർ ജിന്നിൻ്റെ പ്രയാസപ്പെടുത്തലിൻ്റെ പല അമലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുറേ അമലുകൾ നമ്മൾ മജ്‌ലിസുകളിൽ എൻ്റെ സയ്യിദിയും കുടുംബത്തിന് വേണ്ടി ഞാൻ പകർന്നു തന്നിട്ടുണ്ട്. കുറേ ആളുകൾ അത് സ്വീകരിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ നീ വലിയ റിസൾട്ട് കൊടുക്കണം അല്ലാഹ്, വലിയ ഉത്തരം നീ കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരെ അല്ലാഹു നീ സംരക്ഷിക്കണം അല്ലാഹ്. ഓരോരോ അമൽ കാണുമ്പോഴും അത് സ്വീകരിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ, ഈ അമലിനെ, ഈ ഒരു കർമ്മത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും
ഈ മജ്ലിസിനോടൊപ്പം ചേരാൻ സബ്സ്ക്രൈബ് ചെയ്ത് സയ്യിദിയും കുടുംബത്തോടൊപ്പം ഒരു അംഗമായി തുടരുക. അതിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവും. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ